മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നും 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, എങ്കിലും ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അതായത് അടുത്ത ടോപ്പിക് എടുക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ആ ലോ പറയുന്നത് പ്രൈസ് കുറയുവാണെങ്കിൽ ഡിമാൻഡ് കൂടുമെന്ന് മാത്രമല്ലേ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും. ഓക്കെ, പക്ഷേ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസ് എത്ര കുറയുമ്പോൾ ഡിമാൻഡ് എത്ര കൂടും, അങ്ങനൊരു കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രൈസ് വളരെ 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 കുറയുമ്പോൾ, പ്രൈസ് ഒരുപാട് കുറയുമ്പോൾ, പ്രൈസിൽ വളരെ ഒരു കുറവ് സംഭവിക്കുമ്പോൾ ഡിമാൻഡിൽ ചെറിയൊരു വർധനവ് വന്നാലും ലോ ഓഫ് ഡിമാൻഡ് കറക്റ്റാണ്. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം 100 രൂപ വിലയുണ്ടായിരുന്നൊരു പ്രോഡക്റ്റ് 70 രൂപയ്ക്ക് വിൽക്കുവാണ്. നല്ല പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. 30 രൂപയാണ് കുറച്ചത്. 100 രൂപ വിലയുണ്ടായിരുന്നൊരു പ്രോഡക്റ്റ് 70 രൂപയായിട്ട് കുറച്ചു. ഓക്കെ, 100 രൂപയായിരുന്നപ്പോൾ അത് 10 എണ്ണം വിറ്റ് പോകുമായിരുന്നു. 100 രൂപയ്ക്ക് അത് 10 എണ്ണം വിറ്റ് പോകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ 70 കുറച്ചിരിക്കുന്നത്. 30 രൂപ കുറച്ചു, പക്ഷേ 70 കുറച്ചപ്പോൾ 11 എണ്ണമാണ് അധികമായിട്ട് വിറ്റത്. ലൈക്ക് 10 എന്നത് 11 ഒരു യൂണിറ്റ് മാത്രമാണ് അധികം വിൽക്കാൻ പറ്റിയത്. ഇവിടെ നോക്കൂ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ഇവിടെ എല്ലാം കറക്റ്റാണ്. കാര്യം പ്രൈസ് 100-ൽ നിന്നും 70 കുറയുന്നു, ഡിമാൻഡ് 10-ൽ നിന്ന് 11 കൂടുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലൊരു ബുദ്ധിമുട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്ന് പറയുന്നിടത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം പ്രൈസിൽ നല്ലൊരു കുറവ് വരുത്തുന്നത് ഡിമാൻഡ് നന്നായിട്ട് കൂടുമെന്ന് വിചാരിച്ചാണ്. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് കുറയ്ക്കത്തില്ല. നോർമലി പ്രൈസ് കുറയ്ക്കുന്നത് നന്നായിട്ട് ഡിമാൻഡ് കൂട്ടാനാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ, 30 രൂപ കുറച്ചിട്ട് പോലും വെറും 1 യൂണിറ്റാണ് അധികം വിൽക്കാൻ പറ്റിയത്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഐ റിപ്പീറ്റ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു കോൺസെപ്റ്റിനകത്താണ് ഈ ചേഞ്ച് പഠിക്കുന്നത്. ചേഞ്ച് ഇൻ ദ സെൻസ്, എത്ര പെർസെൻറ്റേജ് പ്രൈസ് കുറഞ്ഞപ്പോൾ, പ്രൈസിൽ എന്തുമാത്രം കുറവ് വന്നപ്പോൾ ഡിമാൻഡിന് എന്തുമാത്രം കൂടുതൽ വന്നു, ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ചാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പഠിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലാണ് 5 ഡിഗ്രി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, ഇത്രയും ടോപ്പിക്കാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി മീൻസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസാണ്. പ്രൈസിൽ എത്ര ശതമാനം ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിന് എന്തുമാത്രം, എത്ര ശതമാനം മെഷർമെൻ്റ് ഉണ്ട് ഇവിടെ. എത്ര പെർസെൻറ്റേജ് പ്രൈസ് കുറഞ്ഞപ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിമാൻഡ് കൂടി, അങ്ങനെ ഒരു മോണിറ്ററി മെഷർമെൻറ്റ്, നമ്പറിൽ മെഷർ ചെയ്യുന്നതിനെയാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസ് വരുമ്പോൾ ഇങ്ങനൊരു മെഷർമെൻറ്റ് വരുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് വേഗമായിട്ട് പറയുന്നതേ ഉള്ളൂ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. പക്ഷേ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൂടി വന്നാലേ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കൂ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്ര പെർസെൻറ്റേജ് കുറച്ചപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഡിമാൻഡ് കൂട്ടാൻ പറ്റി, നമ്മൾ അത്ര സക്സസ്ഫുൾ അല്ലെന്ന് മനസ്സിലായാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 100-ൽ നിന്നും 70 കുറച്ചിട്ട് പോലും 10-ൽ നിന്നും 11 കൂട്ടാൻ പറ്റുള്ളൂ. ഈ പ്രൈസ് കുറച്ചതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഗുണമൊന്നും സംഭവിച്ചില്ലെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? 100-ൽ നിന്നും 70 100 രൂപയുടെ പ്രോഡക്റ്റ് 70 വിറ്റിട്ട് പോലും വെറും 10-ൽ നിന്ന് 11 കൂട്ടിയത്. അതിനർത്ഥം എന്താ? പ്രൈസ് കുറയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു. പ്രൈസ് കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. 100 രൂപയ്ക്ക് 10 എണ്ണം വിറ്റ് പോയില്ലേ? നോക്ക്, 100 രൂപയ്ക്ക് 10 എണ്ണം പോയില്ലായിരുന്നോ? അപ്പോൾ 100 × 10 1000 രൂപ കിട്ടിയതല്ലേ അവിടെ മര്യാദയ്ക്ക് 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ? ഇവർ പ്രൈസ് എത്രയായിട്ട് കുറച്ചു? 70 കുറച്ചു. ആ സമയത്ത് എത്ര അഡീഷണൽ വിറ്റ് പോയത്? ഒരെണ്ണമാണ് അഡീഷണൽ വിറ്റത്. അപ്പോൾ 11 × 70 എത്രയാണ്? 770. നോക്കണേ മണ്ടത്തരം. 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പ്രൈസ് കുറച്ച് ഡിമാൻഡ് കൂട്ടാൻ നോക്കിയപ്പം ഇപ്പോൾ കിട്ടുന്നത് 770 രൂപയാണ്. പ്രൈസ് കുറച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഇല്ല. അങ്ങനെ നോക്കണം. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കൂ, 100 രൂപ ഉണ്ടായിരുന്നപ്പോൾ 10 യൂണിറ്റ് വിറ്റുകൊണ്ടിരുന്നതാണ് മര്യാദയ്ക്ക്. അപ്പോൾ അന്ന് 1000 രൂപയുടെ സെയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഇവർ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി പ്രൈസ് കുറച്ചു, 70 കുറച്ചു. ഡിമാൻഡ് കൂടിയില്ല എന്ന് ഞാൻ പറയത്തില്ല. ഡിമാൻഡ് കൂടി. എത്ര കൂടി? ഒരെണ്ണം കൂടി. അപ്പം പ്രോഡക്റ്റ് 11 എണ്ണം വിറ്റുപോയി. 70 രൂപ വെച്ചല്ലേ 11 എണ്ണം വിൽക്കുന്നത്. അപ്പോൾ 770 രൂപയല്ലേ കിട്ടത്തുള്ളൂ. പ്രൈസ് കുറച്ചു, ഡിമാൻഡ് കൂടി, കമ്പനിക്ക് നഷ്ടമാണ്.
ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് എല്ലാം പെർഫെക്റ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി. സക്സസ്ഫുൾ അല്ലേ? ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് എല്ലാം സക്സസ് ആണ്. പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. സംഭവിച്ചെന്താ? 1000 രൂപയുടെ സെയിലിൽ നിന്ന് 770 രൂപയുടെ സെയിലായിട്ട് കുറഞ്ഞു. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വെച്ച് നമ്മളിത് മെഷർ ചെയ്യണം. പ്രൈസിന് എന്ത് പെർസെൻറ്റേജ്, പ്രൈസിൽ എത്ര പെർസെൻറ്റേജിൻ്റെ കുറവ് വന്നപ്പോൾ ഡിമാൻഡിന് എത്ര പെർസെൻറ്റേജിൻ്റെ കൂടുതൽ വന്നു, അത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും പ്രൈസ് കുറയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ഈ പ്രൈസ് കുറച്ചു എന്ന തീരുമാനം മണ്ടത്തരമാണ്, നമുക്ക് പഴയ വിലയ്ക്ക് തന്നെ വിറ്റാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ, ആ ഒരു ഡിസിഷൻ എടുക്കാനാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ നമുക്ക് 5 ഡിഗ്രി ഉണ്ട്. അത് 5 രീതിയിൽ നമുക്ക് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കാം. അത് ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് എന്നും പറഞ്ഞ് 5 ഡിഗ്രി, 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. സോ എൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന കോൺസെപ്റ്റ് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കൂടെ പറഞ്ഞത്. അപ്പോൾ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതിൻ്റെ 5 ഡിഗ്രീസിലോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് നന്നായിട്ട് കേൾക്കണം. അത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നൊരു ടോപ്പിക്കാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. എന്താ ടോപ്പിക്കിൻ്റെ പേര്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എക്സ് എന്നൊരു പ്രോഡക്റ്റ്, ശ്രദ്ധിച്ച് കേൾക്കണേ, എക്സ് എന്നൊരു പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു പ്രൈസ് ഉണ്ട് 10 രൂപ. ഇപ്പോഴത്തെ അവരുടെ പ്രൈസ് 10 രൂപ. ഈ 10 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഡിമാൻഡുണ്ട്, ലൈക്ക് 100 ആണെന്ന് വിചാരിച്ചോ. എക്സ് എന്ന പ്രോഡക്റ്റ് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 100 ഡിമാൻഡ്. ഇപ്പോൾ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഈ കമ്പനിക്ക്, അതായത് എക്സ് എന്ന പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനിക്ക് ഒരാലോചന, നമുക്ക് പ്രൈസ് ഒന്ന് കുറച്ച്, പ്രൈസ് ഒന്ന് കുറച്ച് ഡിമാൻഡ് കൂട്ടിയാലോ, പ്രൈസ് ഒരല്പം കുറച്ച് ഡിമാൻഡ് ഒന്ന് കൂട്ടിയാലോ എന്നൊരാലോചന. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ആലോചന വരുമ്പോൾ ഇവരൊരു ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിക്കും. അതായത് വലിയൊരു തീരുമാനം എടുക്കേണ്ടത്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് വലിയ തീരുമാനമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള കുറേ ആൾക്കാരുടെ ഒരു മീറ്റിംഗ് വിളിക്കും. നിങ്ങളൊന്ന് അസ്യൂം ചെയ്യും, നല്ല വലിയ വിവരമുള്ള ആൾക്കാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് പറയുവാണ്, നമുക്ക് എക്സ് എന്ന നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഒരാളൊരു അഭിപ്രായം പറയുവാണ്, മണ്ടത്തരം. അയാൾ പറയുവാണ്, അയ്യോ അത് മണ്ടത്തരമാണ്, നമ്മൾ പ്രൈസ് കുറയ്ക്കേണ്ട. അപ്പോൾ മുതലാളി ചോദിക്കും, അതെന്താ താൻ അങ്ങനെ പറയുന്നത്? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ചാൽ മണ്ടത്തരമാണെന്ന് പറയാൻ കാര്യം? അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുവാണ്, എക്സ് എന്ന നമ്മുടെ ഈ പ്രോഡക്റ്റ് ആൾക്കാർ പ്രൈസ് നോക്കിയല്ല വാങ്ങുന്നത്, അതിൻ്റെ ആവശ്യം നോക്കി മാത്രമാണ് വാങ്ങുന്നത്. അപ്പോഴും മുതലാളിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. താൻ ഈ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ശരി, എക്സ്പ്ലനേഷൻ തരാം. ഒരാൾ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? എക്സ് എന്ന പ്രോഡക്റ്റിൻ്റെ വില കുറച്ചാലോ എന്നാണ് മുതലാളി ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ മീറ്റിങ്ങിൽ പറയുന്നത് എന്താണ്? വേണ്ട, അത് മണ്ടത്തരമാണ്, നമ്മൾ പ്രൈസ് കുറയ്ക്കേ വേണ്ട. അങ്ങനെ കുറച്ചു എന്ന് കരുതി താങ്കൾ വിചാരിക്കുന്ന പോലെ ഡിമാൻഡ് കൂടില്ല. ഉടനെ മുതലാളിക്ക് കൺഫ്യൂഷനായി. മുതലാളിയുണ്ടല്ലോ, ബിസിനസ്സിൻ്റെ മുതലാളിക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ട് എക്സിൻ്റെ പ്രൈസ് കുറച്ചാൽ ഡിമാൻഡ് കൂടത്തില്ല? സോ എക്സ്പ്ലനേഷൻ വേണം അല്ലേ? അപ്പോൾ അതിനാ മിടുക്കനായ അല്ലെങ്കിൽ ആ കഴിവുള്ള ആ ഒരു എക്സ്പേർട്ട് കൊടുത്ത എക്സ്പ്ലനേഷൻ, നമ്മുടെ എക്സ് എന്ന പ്രോഡക്റ്റ് ആളുകൾ വാങ്ങുന്നത് ഈ പ്രൈസ് നോക്കിയിട്ടല്ല. ഈ പ്രൈസ് അല്ല അവിടെ അട്രാക്റ്റ് ചെയ്യുന്നവർ, അതിൻ്റെ യൂസാണ്. എക്സ് എന്നത് ചിലപ്പോൾ ഒരു മെഡിസിൻ ആയിരിക്കും. ഞാൻ ടോപ്പിക്കിലേക്ക് വരുവാണ്. ഈ എക്സ് എന്ന പ്രോഡക്റ്റ് യഥാർത്ഥത്തിൽ ഒരു മെഡിസിനാണ്. നമ്മുടെ കമ്പനി മെഡിസിൻ മാനുഫാക്ചറിങ് ആണ്. എക്സ് എന്ന പേരിൽ ഒരു മെഡിസിനാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് തന്നെ അറിയാം, ഡോക്ടർ ഒരു മരുന്ന് എഴുതി തന്നിട്ട് അത് അർജൻറ്റാണത് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളത് പല മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി ഏറ്റവും വില കുറഞ്ഞ കമ്പനിയുടെ മരുന്ന് വാങ്ങാൻ നിൽക്കാറില്ല. മെഡിസിൻ എന്ന് പറയുന്നത് ഒരു അർജൻസി ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ പറയുന്നത്, സാറേ എക്സ്, നമ്മുടെ ഈ എക്സ് എന്നതൊരു മെഡിസിൻ അല്ലേ, ഈ മെഡിസിൻ എന്ന് പറയുന്നത് അതിൻ്റെ അർജൻസി അനുസരിച്ചേ വാങ്ങത്തുള്ളൂ. സാറിപ്പോൾ പ്രൈസ് കുറച്ചു എന്ന് കരുതി ആവശ്യമില്ലാതെ ആരും എക്സ് വാങ്ങി വെക്കത്തില്ല സാറേ. ആളുടെ എക്സ്പ്ലനേഷൻ മനസ്സിലായോ? സാർ, നമ്മുടെ എക്സ് എന്ന പ്രോഡക്റ്റ് ഒരു മെഡിസിൻ അല്ലേ, ഈ മെഡിസിൻ്റെ പ്രൈസ് കുറഞ്ഞു എന്ന് കരുതി ആവശ്യമില്ലാതെ ആൾക്കാരത് വന്ന് വാങ്ങത്തില്ലല്ലോ. അതുമല്ല, പ്രൈസ് കുറഞ്ഞില്ല എന്ന് കരുതി ആവശ്യക്കാർ വാങ്ങാതെയും ഇരിക്കത്തില്ല സാറേ. അപ്പോൾ നമ്മുടെ എക്സ് എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുന്നത് കൊണ്ടോ കൂട്ടുന്നത് കൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഡിമാൻഡിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. സാർ ഇപ്പോൾ തൽക്കാലം ആ പ്രൈസിൽ തന്നെ വിറ്റാൽ മതി.
ഇവിടെ എക്സ് എന്ന പ്രോഡക്റ്റിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കുറവാണെന്ന് വേണം പറയാൻ. കാരണം പ്രൈസിൽ ഒരു ചേഞ്ച് വരുത്തിയാലും ഡിമാൻഡിന് വലിയ മാറ്റം വരില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ പ്രൈസ് കുറഞ്ഞു എന്ന് കരുതി വെറുതെ മരുന്ന് വാങ്ങി കഴിക്കൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രൈസ് കുറവാണെന്ന് കരുതി ഒരു കാര്യമില്ലാതെ നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കുമോ? ഒരിക്കലുമില്ല. മരുന്നെന്ന് പറയുന്നത് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഡിമാൻഡിനെ ബാധിക്കാറില്ല. ഓക്കെ, അപ്പോൾ എക്സ് എന്നതൊരു മെഡിസിൻ ആണെങ്കിൽ ഇവിടെ ആ പുള്ളിക്കാരൻ്റെ തീരുമാനം എന്താ? പ്രൈസ് കുറച്ചിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ഈ എക്സ് എന്ന പ്രോഡക്റ്റിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കുറവാണ്. റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഉണ്ടാകാറില്ലെന്നാണ് പറയുന്നത്. പ്രൈസിലൊരു മാറ്റം വന്നെന്ന് കരുതി എക്സിൻ്റെ ഡിമാൻഡിന് വലിയ മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക്കും ഇതാണ്: ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം മാനേജ്മെൻറ്റ് പ്രൈസിൽ ചേഞ്ച് വരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഒരിക്കൽ കൂടെ പറയുവാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് മുതലാളിമാർ അല്ലെങ്കിൽ കമ്പനി പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് ചേഞ്ച് വരുത്തുന്നത്. ചില പ്രോഡക്റ്റുകൾക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ചേഞ്ച് വന്നാൽ ഡിമാൻഡിൽ ചേഞ്ച് വരും. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡിന് ചേഞ്ച് വരും. ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ എന്ത് വ്യത്യാസം വരുത്തിയാലും ഡിമാൻഡിന് വ്യത്യാസം വരില്ല. പ്രൈസിൽ എന്ത് വ്യത്യാസം വരുത്തിയാലും ഡിമാൻഡിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ഇലാസ്റ്റിക് ഡിമാൻഡാണോ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണോ എന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞുതരാവുന്നേ ഉള്ളൂ കേട്ടോ. നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ബുക്കിലോട്ട് എഴുതിക്കോണേ. മെയിനായിട്ട് നമ്മുടെ ലോകത്ത് കിട്ടുന്ന, നമ്മുടെ ഈ ഓൾ ഓവർ ദ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ 3 ക്ലാസിഫൈ ചെയ്യാം. നെസസിറ്റി പ്രോഡക്റ്റ്, കംഫർട്ട് അല്ലെങ്കിൽ സെമി ലക്ഷറി പ്രോഡക്റ്റ്, ലക്ഷറി പ്രോഡക്ട്സ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് 3 നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിന് 3 കാറ്റഗറി കൊടുക്കാം. ഒന്ന് നെസസിറ്റി പ്രോഡക്റ്റ്, 2 കംഫർട്ട് അല്ലെങ്കിൽ സെമി ലക്ഷറി പ്രോഡക്റ്റ്, മൂന്നാമത്തത് ഹൈ ലക്ഷറി അല്ലെങ്കിൽ ലക്ഷറി പ്രോഡക്റ്റ്. ഇവിടെ നോക്കുക, നെസസിറ്റി എന്ന് പറയുന്നത് ഫുഡ്, വെജിറ്റബിൾ, മെഡിസിൻസ് ഒക്കെയാണ്. അത് കിട്ടിയേ പറ്റൂ. ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ കിട്ടണം. ഇപ്പോൾ വിശക്കുമ്പോൾ നാളെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫുഡ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, വാട്ടർ, മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളാണ് നെസസിറ്റി. ഈ നെസസിറ്റി പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ പ്രൈസ് അഡ്വാൻറ്റേജ് നോക്കിയല്ല, അപ്പോഴത്തെ ആവശ്യം നോക്കിയാണ്. നെസസിറ്റി പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് നടക്കുന്നത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് നോക്കിയല്ല, അതങ്ങനെ കാത്തിരിക്കാറില്ല. എക്സാമ്പിൾ മെഡിസിൻ തന്നെ പറയാം. ഡോക്ടർ മരുന്ന് കുറിച്ചിട്ട് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മരുന്നിൻ്റെ വില കുറയുന്നതും കാത്തിരിക്കത്തില്ല. എത്ര വില കൂടിയ മരുന്നാണെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഫുഡ് ഐറ്റം അതുപോലെ തന്നെയാണ്. നമുക്കിപ്പം വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, ആഹാര സാധനത്തിന് വില കൂടുതലാണെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഹാരം വാങ്ങി കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ പ്രൈസ് കൂടുതലാണ് എന്ന് കരുതി നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫുഡ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയേ പറ്റൂ. ഓക്കെ, വെജിറ്റബിൾസ്, മിൽക്ക്, നമ്മൾ ചായയൊക്കെ കുടിക്കാറില്ലേ? ഒരു ദിവസം ഒരു 2 നേരം ചായ കുടിക്കണ്ടേ? അപ്പോൾ പാലിൻ്റെ വില ഇപ്പോൾ എന്തുമാത്രം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ മിൽക്കിൻ്റെ വില 100% മുകളിലാണ് കൂടി നിൽക്കുന്നത്. 1 ലിറ്റർ 20 രൂപയ്ക്കും 18 രൂപയ്ക്കും കെട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് 50-നടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്നാലും കവർ പാല് മേടിക്കുന്നുണ്ട്, പാല് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മിൽക്ക്, ഫുഡ്, വെജിറ്റബിൾസ്, മെഡിസിൻ തുടങ്ങിയ പ്രോഡക്റ്റുകളൊക്കെ തന്നെയും ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിൽ വലിയ ബന്ധമില്ല. അപ്പോൾ ഒന്ന് എഴുതിക്കോ, നെസസിറ്റി പ്രോഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ് കുട്ടികളെ. നെസസിറ്റി ആണെങ്കിൽ നമ്മൾ പ്രൈസ് വലുതായിട്ട് നോക്കില്ല. എന്നാൽ കംഫർട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സെമി ലക്ഷറി ഗുഡ്സായ ഫാൻ, റെഫ്രിജറേറ്റർ, TV, ഫർണിച്ചർ, അങ്ങനെയുള്ള സെമി ലക്ഷറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷ് കാണിക്കാൻ വേണ്ടിയല്ല, എന്നാൽ അതില്ലെങ്കിൽ മരിച്ചു പോകത്തൊന്നുമില്ല. ഉദാഹരണത്തിന് വീട്ടിൽ TV ഇല്ല എന്ന് കരുതി നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ മരിച്ചു പോകത്തൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇന്നത്തെ കാലത്ത് TV ഒരു അത്യാവശ്യം പോലെയല്ല. ഇറ്റ്സ് കോൾഡ് സെമി ലക്ഷറി. ഈ TV ഉള്ള വീട്ടുകാർ വലിയ പണക്കാരൊന്നുമല്ല. ഒരു ഫ്രിഡ്ജ്
റെഫ്രിജറേറ്ററുള്ള വീട്ടുകാർ വലിയ പണക്കാരാന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റെഫ്രിജറേറ്റർ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ കാറ്റഗറിയാണ്. ഒരു പ്രോഡക്റ്റ് വാങ്ങി വെച്ചു എന്ന് കരുതി അവർ വലിയ പണക്കാരൊന്നുമല്ല, എന്നാൽ അതില്ലെങ്കിൽ ജീവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ടി വി, ലൈക്ക് ഫ്രിഡ്ജ്, മിക്സി പോലെയുള്ള, അതായത് അതില്ലെങ്കിലും വേണമെങ്കിൽ ജീവിക്കാം, എന്നാൽ അത് വാങ്ങി വെച്ചു എന്ന് കരുതി വലിയ പണക്കാരന്മാരും അല്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ കംഫർട്ട് അല്ലെങ്കിൽ സെമി ലക്ഷറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഉണ്ടല്ലോ, ഫാൻ, റെഫ്രിജറേറ്റർ, ടി വി, ഗ്രൈൻഡർ തുടങ്ങിയ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇലാസ്റ്റിക്കാണ്. അതായത് നമ്മൾ അതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ടേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ ഒരു ടി വി അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടുകാർ അതിൻ്റെ പ്രൈസൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ. സോ സെമി ലക്ഷറി പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് പ്രൈസിനനുസരിച്ച് ഡിമാൻഡിന് ചേഞ്ച് വരാറുണ്ട്. ഇനി ഹൈ ലക്ഷറി എടുക്കാം. ബെൻസ് കാറ്, റോൾസ് റോയ്സ് കാറ്, എയർ കണ്ടീഷൻ, എ സി. ഇപ്പോൾ ഒരു ഹൈ ലക്ഷറി ആണോ എന്ന് വെച്ചാൽ ഇപ്പം നിലവിലും വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലാവരുടെ വീട്ടിലും എ സി ഉണ്ടാവണമെന്നില്ല, ഫാൻ കാണും എല്ലാവരുടെ വീട്ടിലും. ഓക്കെ, എ സി പറയാം. അപ്പോൾ എ സി, ബെൻസ് കാറ്, ഡയമണ്ട് ഇതൊക്കെ ഹൈ ലക്ഷറിയാണ്. ഈ ഹൈ ലക്ഷറി ഐറ്റം വാങ്ങുന്നയാൾ ഇതിൻ്റെ പ്രൈസ് നോക്കിയിട്ടല്ല, അതൊരു ചുമ്മാ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയാണ്. ഈ പ്രൈസ് നോക്കിയിട്ടല്ല. ഇപ്പോൾ ബെൻസ് കാർ എടുക്കാൻ പോകുന്ന ആൾ 2 ലക്ഷം രൂപ കുറവാണെങ്കിൽ വാങ്ങാമെന്ന് പറയത്തില്ല. 1.5 കോടി രൂപയുടെ കാറ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്ക് ഡിസ്കൗണ്ട് ഒന്നും ചോദിച്ചുകൊണ്ട് ചെല്ലത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ ഒരു റോൾസ് റോയ്സ് കാറ് 5 കോടിയാണെന്ന് വിചാരിക്കുക. 5 കോടി രൂപയുടെ കാറ് വാങ്ങാൻ താല്പര്യം കാണിക്കുന്ന ആൾ അതിനകത്ത് 2 ലക്ഷം രൂപ കുറയുന്നതും കാത്തിരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹൈ ലക്ഷറി പ്രോഡക്റ്റിൻ്റെ കേസിലും പ്രൈസും ഡിമാൻഡും തമ്മിൽ ബന്ധമൊന്നുമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ കേസിലും ഇന്നിലാസ്റ്റിക് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മുടെ ഈ ലക്ഷറി ഗുഡ്സിൻ്റെ കേസിലും കമ്പാരിറ്റീവ്ലി ഇന്നിലാസ്റ്റിക് തന്നെയാണ് ആസ് കമ്പയർഡ് ടു ഡിമാൻഡ് ഫോർ കംഫർട്ട്സ്. ഓക്കെ, ഇലാസ്റ്റിക് എന്നല്ല, ഇത് ഇന്നിലാസ്റ്റിക് ആണ്. ഓക്കെ, നമ്മുടെ ഈ ടി വി, ഫ്രിഡ്ജ് തുടങ്ങിയ പ്രോഡക്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷറി ഗുഡ്സിൻ്റെ കേസിൽ ഇന്നിലാസ്റ്റിക് ആണ്. വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ 2 കോടി രൂപയുടെ കാറ് വാങ്ങാൻ പോവുകയാണ്. 2 കോടിയാണ്, 2 കോടി. 2 കോടി രൂപയുടെ കാറ് വാങ്ങാൻ പോകുന്ന നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ കാറിൻ്റെ വില 2 ലക്ഷം രൂപ കുറച്ച് തരുമോ? അങ്ങനെ ചോദിക്കാറില്ല. കാര്യം നിങ്ങൾക്ക് ആ പ്രൈസ് ഒരു വിഷയമല്ല. നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുന്നത് ഇവിടെയാണ്. ആലോചിച്ച് നോക്കി, നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുന്ന കൂടുതലും ടി വി വാങ്ങാൻ പോകുമ്പോൾ, അതെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരണം കേട്ടോ. ഫ്രിഡ്ജ്, കാര്യം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് ആ പ്രൈസൊക്കെ ഒന്ന് കുറയുന്നത് നല്ലതാണ്. മെഡിസിൻ്റെ കേസ്, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് പെട്ടെന്ന് മെഡിസിൻ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കൂ. നമുക്ക് നെസസിറ്റി ആണെങ്കിൽ, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും ഹൈലി ലക്ഷൂറിയസ് ഗുഡ്സ് ആണെങ്കിലും നമ്മൾ പ്രൈസ് നോക്കാറില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് കൂടുതലും നോക്കുന്നത് സെമി ലക്ഷറിയുടെ കേസിലാണ്. അപ്പോൾ നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, നെസസറി ഗുഡ്സിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്, സെമി ലക്ഷറി ഗുഡ്സിന് ഇലാസ്റ്റിക് ഡിമാൻഡാണ്, ഹൈലി ലക്ഷറി ഡിമാൻഡിന് ഹൈ ലക്ഷറി പ്രോഡക്റ്റുകൾക്ക് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ഇന്നിലാസ്റ്റിക് ആണ്. ഈ നടുക്ക് പറയുന്ന കംഫർട്ട് അല്ലെങ്കിൽ സെമി ലക്ഷറിയുടെ കേസിൽ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇതാണ് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ നമ്മുടെ കമ്പനി വിൽക്കുന്ന പ്രോഡക്റ്റ് ഇതിലേത് കാറ്റഗറിയിൽ വരുമെന്നനുസരിച്ച് വേണം പ്രൈസ് കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ബെൻസ് കാർ അല്ലെങ്കിൽ ഓഡി കാർ, BMW കാർ, ഈ BMW കാറിൻ്റെയൊക്കെ വില കുറഞ്ഞു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ BMW കാറുകൾക്ക് വമ്പിച്ച വിലക്കുറവ്? BMW കാർ വാങ്ങുന്നത് പ്രൈസ് നോക്കിയിട്ടല്ല. ഇഷ്ടം പോലെ പൈസ ഉള്ളവർ പോലെ അത് വാങ്ങത്തുള്ളൂ. കോടീശ്വരന്മാർ മാത്രമേ അത് വാങ്ങത്തുള്ളൂ. അവർക്കിപ്പോൾ 10 രൂപ കുറഞ്ഞെന്ന് കരുതി അത് വലിയ അട്രാക്റ്റീവും ചെയ്യത്തില്ല. പ്രൈസ് കുറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, BMW കാറുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. പക്ഷേ മാരുതി സ്വിഫ്റ്റ് കാറുകളുടെ വിലക്കുറവ് വരാറുണ്ട്. മാരുതി സ്വിഫ്റ്റ് കാറിൻ്റെയും അങ്ങനത്തെ ഒരു 10 ലക്ഷം രൂപ വരെ വിലയുള്ള കാറിൻ്റെ വിലക്കുറവ് വരാറുണ്ട്. ബിക്കോസ് സെമി ലക്ഷറിയാണ്. വീട്ടിലൊരു മാരുതി കാറൊക്കെ മേടിച്ചിടുന്നത് ഇന്ന് വലിയ ലക്ഷറിയൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ച് ചെറിയ കാറുകളുണ്ടല്ലോ 10 ലക്ഷം രൂപ വരെയൊക്കെ വിലയുള്ള, അതിൻ്റെ വില കുറയുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിമാൻഡ് കൂട്ടും. ഇതാണ് കോൺസെപ്റ്റ്. മനസ്സിലായോ? നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി എന്താണെന്ന്. അതാണ് ഒന്നാമത്തത്. ഇങ്ങനെ പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. അടുത്ത് നോക്കേണ്ടത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ കമ്പനി വിൽക്കുന്ന പ്രോഡക്റ്റിന് മറ്റനവധി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച്, സപ്പോസ് നമ്മൾ പ്രൈസ് കൂട്ടിയാൽ ആൾക്കാരെല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും, നമ്മുടെ ഡിമാൻഡ് കുറയും.
ഇനി അതല്ല, നമ്മൾ പ്രൈസ് കുറച്ചാൽ ആൾക്കാരെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും നമ്മുടെ അടുത്തോട്ട് വരും. സോ നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ പ്രൈസിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സോൾട്ട്, ഉപ്പിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഉപ്പിന് പകരം പഞ്ചസാര വാരിയിട്ടാൽ പറ്റത്തില്ലല്ലോ. ഉപ്പിന് ഉപ്പ് തന്നെ വേണം. ഉപ്പ്, പെട്രോൾ ഒഴിക്കേണ്ട വണ്ടിയിൽ പെട്രോൾ തന്നെ ഒഴിക്കേണ്ടത്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ പ്രൈസ് കുറയ്ക്കാനോ കൂട്ടാനോ നിൽക്കത്തില്ല. കാര്യം ഉപ്പ് മേടിക്കേണ്ടവർ ഉപ്പ് തന്നെ വന്ന് വാങ്ങും. ഉപ്പിന് പകരം വേറെ ഒന്നും മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ്പ് വിൽക്കുന്ന എല്ലാ കമ്പനികളെയും സംബന്ധിച്ച് അവരവരുടെ പ്രൈസ് ഒരുപാട് കുറയ്ക്കണമെന്നൊന്നുമില്ല. ഇനി അത് കുറച്ചു എന്ന് കരുതി, ഉപ്പിൻ്റെ പ്രൈസ് ഒരുപാട് കുറച്ചെന്ന് കരുതി നമ്മൾ കുറേ ഉപ്പ് വാങ്ങി വെക്കാനും പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ സോൾട്ട് പോലുള്ള പ്രോഡക്റ്റുകളെന്ന് പറയുന്നത് പ്രൈസിൽ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും വരുത്തത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രൈസ് കുറച്ചു എന്ന് കരുതി നമ്മൾ ഉപ്പിൻ്റെ അളവ് കൂട്ടത്തില്ലല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റിന് പകരം മറ്റ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം ഡിമാൻഡിനെ ബാധിക്കും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലെസ് ആയിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ. അടുത്ത നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ദ കമ്മോഡിറ്റി. നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നാണ്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടാർപോളിൻ, നമ്മൾ ഈ ടാർപ്പാന്ന് പറയത്തില്ലേ, പെട്ടെന്ന് ഓർമ്മ തന്നെ ടാർപോളിൻ. നമ്മളൊരു ടാർപ്പ വാങ്ങുക എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. വീടിൻ്റെ മുകളിലിടാം, മഴ പെയ്യാതിരിക്കുന്നതിന് വേണ്ടി കെട്ടിയിടാം, ഈ നെല്ലൊക്കെ ഉണക്കുന്നതിന് വേണ്ടി ഇടാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം എനിക്ക് വീടിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം ഇങ്ങനെ കെട്ടണം, മഴ പെയ്യാതിരിക്കാൻ നനയാൻ വേണ്ടി കെട്ടേം വേണം. അതേസമയം തന്നെ വെയിൽ വരുന്ന സമയത്ത് ഇത് തന്നെ അഴിച്ചാണ് ഞാൻ സാധാരണഗതിയിൽ നെല്ലുണക്കം ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരേ ടാർപ്പനെ മാറ്റി ഉപയോഗിക്കേണ്ടി വരും. സപ്പോസ് അതിന് നല്ല വിലക്കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം അങ്ങ് മേടിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഒരു ടാർപ്പ വാങ്ങിക്കഴിഞ്ഞാൽ 2 ഉപയോഗമാണെന്ന് വിചാരിക്കുക. മഴ പെയ്യുമ്പം വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടിയിടാറുണ്ട്. ഓക്കെ, നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കെട്ടിയിടാറുണ്ട്. ഓക്കെ, മഴ പെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കും. ഇനി വെയിൽ വരുന്ന സമയത്ത് അത് തന്നെ അഴിച്ച് താഴെ ഇട്ടിട്ട് അതിനകത്ത് നെല്ലിട്ടങ്ങ് ഉണക്കും. ഓക്കെ, ടാർപോളിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് നല്ല രീതിയിൽ വില കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 2 എണ്ണം വാങ്ങും. അപ്പോൾ പിന്നെ മേളിൽ കെട്ടിയത് അഴിക്കേണ്ട കാര്യമില്ലല്ലോ, വെയിൽ നോക്കി കൊണ്ടുപോയി മാറ്റിയിട്ടാൽ മതിയല്ലോ. ഇതുപോലെ ഏത് പ്രോഡക്റ്റ് ആയാലും അറ്റ് എ ടൈം, അതായത് നമ്മൾ വാങ്ങുന്നത് ഒരു ഉപയോഗത്തിനല്ല പല ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ വിലയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ വാങ്ങി വെക്കാൻ നോക്കും. കാര്യം സൈമൾട്ടേനിയസ് ആയിട്ട് 2 കാര്യം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ടാർപോളിൻ്റെ കേസിൽ ഞാൻ എന്തിനാണ് വെറുതെ കെട്ടുന്ന അഴിച്ച് താഴെ ഇടുന്നത്? പിന്നെ വെയിൽ മാറി മഴ വരുമ്പോൾ ഞാൻ വീണ്ടും എടുത്ത് കെട്ടണം. അതിന് പകരം 2 എണ്ണം വാങ്ങിയാൽ പോരെ. അപ്പോൾ പ്രൈസിൽ ഒരു ചേഞ്ച് വന്നതെന്ന് കണ്ടാൽ, പ്രൈസ് കുറയുന്നതായിട്ട് ഞാൻ കണ്ടാൽ, നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതലാണെങ്കിൽ ഓരോ യൂസിനെന്നും പറഞ്ഞ് ഞാൻ ഓരോന്നങ്ങ് വാങ്ങും. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് 2 or 3 യൂസിന് വേണ്ടിയാണെങ്കിൽ വില കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് 3 എണ്ണം വാങ്ങി വെക്കും. അപ്പോൾ എനിക്ക് ഓരോന്നിനായിട്ടും ഉപയോഗിക്കാമല്ലോ. എന്നാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് ഒരുപാട് ഉപയോഗത്തിനൊന്നുമില്ല, ഒറ്റ ഉപയോഗത്തിനേ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ രീതിയിൽ വില കുറയുമ്പോൾ 2, 3, 5 ഒന്നും മേടിച്ച് വെക്കത്തില്ല. ഒരു പ്രോഡക്റ്റ് മേടിച്ചു, അതിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കൊണ്ട് വേറെ പ്രയോജനം ഇല്ലതാനും. ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി, അതിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്, ആ പ്രോഡക്റ്റ് കൊണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിനാ 2ാമതെണ്ണം വാങ്ങി വെക്കുന്നത്? അത് നശിക്കുമ്പോൾ മേടിച്ചാൽ പോരെ. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല കുട്ടികളെ. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു, ആ പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് 2 or 3 യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ പെട്ടെന്ന് എക്സാമ്പിൾ എനിക്ക് തോന്നിയത് ടാർപോളിൻ എന്നൊരു എക്സാമ്പിളാണ്. നമ്മൾ പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. വീട്ടിലായാലും അങ്ങനെ തന്നെ ആയിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കെട്ടിയിടും. ഓക്കെ, ആ സെയിം സംഭവം തന്നെ മഴക്കാലം എല്ലാം കഴിഞ്ഞ് വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് അഴിച്ച് എടുത്ത് വെച്ചിട്ട് നെല്ലോ ഗോതമ്പോ അരിയോ ഒക്കെ ഉണക്കാം, അത് തന്നെ എടുത്തിടുന്നത്. വീണ്ടും മഴ വരുമ്പോൾ എടുത്ത് കെട്ടും. ഞാൻ ചോദിക്കുന്നത് 2 ടാർപോളിൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി ഒഴിവായി കിട്ടത്തില്ലേ? അപ്പോൾ നമ്പർ ഓഫ് യൂസ് കൂടുതലാണെങ്കിൽ വില കുറയുന്നത് കാണുമ്പോൾ നമ്മൾ എത്ര യൂസിനാണോ വാങ്ങുന്നത് അത്ര എണ്ണം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അറ്റ് എ ടൈം ഈ ഉപയോഗമെല്ലാം നടക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതലാണെങ്കിൽ വിലയിലുണ്ടാകുന്ന വ്യത്യാസം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും, ഇലാസ്റ്റിക് ആയിരിക്കും. സെവറൽ യൂസിന് ഉപയോഗിക്കാമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അടുത്തത് ഷെയർ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഒരു മാസത്തെ ചിലവ്, ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ചിലവിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എന്തുമാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ തീപ്പെട്ടി, തുണി തയ്ക്കുന്ന തുണി നുന്നുന്ന സൂചി, ഉപ്പ്, പേപ്പർ, പെൻസില്, പേന,
തുടങ്ങിയ പ്രോഡക്റ്റുകൾക്കൊക്കെ പ്രപ്പോർഷനേറ്റ്ലി നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 1% പോലും ചിലവാക്കത്തില്ല. ഇപ്പോൾ ഒരു സൂചിക്ക് 1 രൂപയുള്ളൂ, 2 രൂപയെ കാണത്തുള്ളൂ. ഒരു സൂചി മേടിച്ചിട്ട് കൂടെ സൂചി മേടിക്കേണ്ട കാര്യമില്ല. നേരെ ചൊവ്വേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൂചി 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാം. 6 മാസത്തേക്ക് നമ്മൾ ആകെ ചിലവാക്കിയത് 2 രൂപയാണ്. മനസ്സിലാവുന്നുണ്ടോ? തീപ്പെട്ടി ഒരു തീപ്പെട്ടിക്ക് 1 രൂപയേ ഉള്ളൂ. ഒരു തീപ്പെട്ടിക്ക് 1 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ തീപ്പെട്ടി വാങ്ങിയിട്ട് 1 രൂപ മാത്രമേ ചിലവാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 1% താഴെ മാത്രമാണ് ചില പ്രോഡക്റ്റുകൾക്ക് ചിലവാക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൈസ് ചേഞ്ച് ഒന്നും നമ്മളെ ബാധിക്കത്തതേയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ തുണി തുന്നുന്ന സൂചി 1 രൂപയുടെക്ക് മേടിച്ചിട്ടുണ്ട്, ഇപ്പോൾ പറയുകയാണ് 1.5 രൂപയാണെന്ന്. നമ്മളത് വാങ്ങാതിരിക്കത്തില്ല. കാര്യം 1 രൂപയായാലും 1.5 രൂപയായാലും നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ തീപ്പെട്ടിയുടെ വില കൂട്ടി എന്ന് കരുതി എന്തുവാ 1 രൂപയിൽ നിന്ന് 1 രൂപ 50 പൈസയായി കൂട്ടി കാണും. 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1.5 രൂപയാക്കി എന്ന് പറഞ്ഞാലും നമ്മളത് വാങ്ങും. അപ്പോൾ ഈ പറയുന്ന വളരെ 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 ചെറിയ പ്രൈസ്, ലൈക്ക് ഒരു 20 രൂപയിൽ താഴെയൊക്കെ അല്ലെങ്കിൽ 10 രൂപയിൽ താഴെയൊക്കെ ഉള്ളെങ്കിൽ അതിൻ്റെ പ്രൈസ് ചേഞ്ച് ഒന്നും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യത്തതേ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല എൻ്റെ പ്രൈസ് മാറുന്നുള്ള കാര്യം. ക്ലിയർ ആവുന്നുണ്ട്? ഇപ്പോൾ സൂചിയുടെ വില കൂടി, അപ്പോൾ നമ്മൾക്ക് സൂചിയുടെ വില കൂടിയോ? എത്രയായി? അത് 1 രൂപ എന്നത് 1 രൂപ 50 പൈസയായി. അത്രയേ ഉള്ള എടുത്തോ. 1.5 രൂപയായി എന്നത് നമ്മളെ ബാധിക്കത്തതേ ഇല്ല. പക്ഷേ 1000 രൂപയുടെ സാധനം 1500 ആയി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് ദ എമൗണ്ട് ഈസ് ഹൈ. സൂചിയുടെ കേസിൽ വെറും 1 രൂപയാണ്. ഈ 1 രൂപ എന്നത് 1.5 രൂപയാവുന്നത് നമ്മളെ ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്റ്റുകൾ, സോൾട്ട്, നീഡിൽ, സോപ്പ്, മാച്ച് ബോക്സ്, ഇറേസർ, ഷാർപ്പനർ, പെന്ന്, പെൻസിൽ, അങ്ങനത്തെ ചെറിയ ചെറിയ വിലയിലുള്ള സാധനങ്ങൾ സാധാരണഗതിയിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. എന്നാൽ കുറച്ച് ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള, ലൈക്ക് ഇപ്പോൾ 1000 രൂപയുടെ പ്രോഡക്റ്റ്, 2000 രൂപയുടെ പ്രോഡക്റ്റ്, അതിൻ്റെയൊക്കെ വിലയിലുള്ള വ്യത്യാസം നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അത് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ വില കുറഞ്ഞ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. നല്ല വില കൂടിയ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് കൺസംഷൻ. നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ, നമുക്കൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്നാണ് വാങ്ങണമെന്ന് ആഗ്രഹം വന്നത്, എനിക്കൊരാഗ്രഹം ഇന്നൊരു പ്രോഡക്റ്റ് വാങ്ങണം, പക്ഷേ എനിക്കിത് ഇന്ന് വാങ്ങിയില്ല എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യാമെങ്കിൽ, പോസ്റ്റ്പോൺമെൻറ്റ് പറ്റുമെങ്കിൽ നമ്മൾ പ്രൈസ് കുറയുന്നതൊക്കെ നോക്കാറുണ്ട്. ഒരു കാര്യം വാങ്ങാനാകതെ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾക്ക് ഭയങ്കര വിലയാണെങ്കിൽ തൽക്കാലത്തേക്ക് കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് നിർത്തിവെക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വീട് വെക്കാനായാലും എന്തിനെങ്കിലും, ഇവിടെ എക്സാമ്പിൾ പറയുന്നതാണ്, ഇപ്പം സിമൻറ്റ്, മണൽ, പാറ ഭയങ്കര വിലയാണെന്ന് വിചാരിച്ചു, ഭയങ്കര വില. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. വില കുറയാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കും. ഓക്കെ, എന്നാൽ നെസസിറ്റി പ്രോഡക്റ്റിൻ്റെ കേസിൽ അത് പറ്റത്തില്ല. ഇപ്പോൾ അർജൻസി, ഇപ്പോൾ മെഡിസിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. സോ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പ്രൈസിന് വാങ്ങിയേ പറ്റൂ. അപ്പോൾ ഇവിടെ എങ്ങനെ സമ്മപ്പ് ചെയ്യാം? പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, പ്രൈസിനെ അഫക്റ്റ് ചെയ്യും. പ്രൈസ് അഫക്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഡിമാൻഡ് മാറും. എന്നാൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. നമ്മൾ പ്രൈസ് നോക്കി ആയിരിക്കത്തില്ല ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് സിമ്പിളാട്ടോ. കോംപ്ലിമെൻ്ററി ഗുഡ്സ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ബ്രെഡും ജാമും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ബ്രെഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ജാമിൻ്റെ ഡിമാൻഡും ഇലാസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ കാരണം ബ്രെഡിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ജാമിൻ്റെയും ഡിമാൻഡ് കൂടും. അതത്രയേ ഉള്ളൂ. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ അത്രയേ ഉള്ളൂ. ബ്രെഡിൻ്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ജാമിനും ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ജാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ജാമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ബ്രെഡിൻ്റെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും പ്രൈസ് കുറച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നോക്കടോ. നിങ്ങളിപ്പോൾ ജാം നിർമ്മിക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോക്കേണ്ടത്, ജാമിൻ്റെ വില ഇപ്പോൾ 10 രൂപയാണെന്ന് വിചാരിക്കുക. നിലവിൽ ജാമിൻ്റെ വില 10 രൂപയാണ്. നിങ്ങളിരുന്ന് ആലോചിക്കുവാണ്, ജാമിൻ്റെ വില 8 ആക്കിയാലോ, ജാമിൻ്റെ പ്രൈസ് 8 ആയിട്ട് കുറച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് മാർക്കറ്റുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാൾ പറയുന്നത്, ബ്രെഡിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ പൊതുവേ കുറവാണ്. നിങ്ങളുടെ പ്രശ്നം എന്താ? നമ്മുടെ ജാമിൻ്റെ വില കുറയ്ക്കാൻ പോവുക. 10 നിന്ന് 8 ആക്കി കുറച്ചിട്ട് ഡിമാൻഡ് കൂട്ടാൻ പോവുക. 10 നിന്ന് 8 ആക്കി കുറച്ചിട്ട് ഡിമാൻഡ് കൂട്ടണമെന്നാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ അപ്പോഴാണ് മാർക്കറ്റുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ പറയുന്നത്, ബ്രെഡിനിപ്പോൾ പൊതുവേ ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രൈസ് കുറച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ബ്രെഡിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് അല്ല. ബ്രെഡിന് ഡിമാൻഡിൽ വ്യത്യാസമില്ലെങ്കിൽ
ജാമിൻ്റെ ഡിമാൻഡിനും വ്യത്യാസം വരത്തില്ല. സോ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ഇലാസ്റ്റിക് ആയിട്ട് തന്നെ നിൽക്കും. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രൈസസ്. ലെവൽ ഓഫ് പ്രൈസസ് സിമ്പിളാണോ. വെരി ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റിനും വെരി ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റിനും ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. വെരി ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റിനും തീപ്പെട്ടി, ഉപ്പ്, ബാൻഡേജ്, പേപ്പർ, പെൻസിൽ, റൈസർ, ഷാർപ്പനർ തുടങ്ങി പിന്ന്, സൂചി തുടങ്ങി വെരി ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റിനും വെരി ഹൈ പ്രൈസ്ഡ് ബെൻസ് കാർ, ഡയമണ്ട്, AC, റോൾസ് റോയ്സ് കാർ തുടങ്ങിയ വെരി ഹൈ പ്രൈസ്ഡ് ആയാലും പ്രൈസ് നോക്കിയല്ല വാങ്ങുന്നത്. പ്രൈസിനനുസരിച്ചാവില്ല ഡിമാൻഡിൽ വ്യത്യാസം വരുന്നത്. എന്നാൽ ഇതിന് രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന മിഡിൽ പ്രൈസ്ഡ് ഉണ്ട്. നമ്മളെ സാധാരണക്കാരെ പോലെ സംബന്ധിച്ച് TV, ഫ്രിഡ്ജ്, വില കുറഞ്ഞ കാറുകൾ, ഫർണിച്ചർ, അങ്ങനെ മിഡിൽ പ്രൈസ്ഡ് പ്രോഡക്റ്റുകളുണ്ട്. അതിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർ ചെറുതായിട്ട് പ്രൈസൊക്കെ നോക്കും. ഓഫറുണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് സാധാരണ ഇതിൽ വാങ്ങുന്നത്. അപ്പോൾ ലെവൽ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വെരി ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റും വെരി ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റിനും പ്രൈസ് അനുസരിച്ചാവില്ല ഡിമാൻഡിൽ ചേഞ്ച് വരുന്നത്. സോ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. മിഡിൽ പ്രൈസ്ഡ് പ്രോഡക്റ്റുകളുണ്ടല്ലോ, ഫർണിച്ചർ, TV, ഫ്രിഡ്ജ്, വില കുറഞ്ഞ കാറുകൾ, അങ്ങനെയുള്ള കേസ് വരുമ്പോൾ പ്രൈസിനനുസരിച്ച് തന്നെ ആയിരിക്കും ഡിമാൻഡ് ചേഞ്ച് വരുന്നത്. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കഹോള്, ടൊബാക്കോ, സിഗരറ്റ് തുടങ്ങി നമ്മൾ അഡിക്റ്റഡ് ആവുന്നതുണ്ടല്ലോ, നമ്മുടെ ശീലങ്ങൾ, അങ്ങനെ അഡിക്ഷൻ സംഭവിക്കുന്ന വസ്തുക്കളുടെ പ്രൈസ് നോക്കിയല്ല വാങ്ങുന്നത്. ആൽക്കഹോളിനും സിഗരറ്റിനുമൊക്കെ എത്ര പ്രൈസ് കൂട്ടിയാലും സാധനം വിറ്റ് പോയിരിക്കും. ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? മദ്യം, സിഗരറ്റ് തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കാണ്. പ്രൈസ് നോക്കിയല്ല നമ്മളത് വാങ്ങുന്നത്. നമ്മളതിനകത്ത് അഡിക്റ്റഡായി പോയോണ്ടാണ്. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അത് അഡിക്റ്റായി പോയി എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇത്തിരി കൂട്ടിയാലും പുള്ളി കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ചിട്ട് സിഗരറ്റ് മേടിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത്. അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ശരി തന്നെ പോയി മദ്യം മേടിച്ച് കുടിക്കും. കാര്യം അത് ഹാബിറ്റായിപ്പോയി. അപ്പോൾ അങ്ങനെ ഹാബിറ്റായി പോകുന്ന പ്രോഡക്റ്റുകളെ സംബന്ധിച്ച് ഓൾവേസ് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇതിനകത്ത് ഏത് ഫാക്ടറിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് നോക്കണം. അതനുസരിച്ച് മാത്രമേ പ്രൈസിൽ ചേഞ്ച് വരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവൂ. ഇപ്പോൾ നെസസിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രൈസിൽ ചേഞ്ച് വരുത്തിയിട്ട് കാര്യമില്ല. ഇനി പ്രൈസ് അല്പം കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം ആൾക്കാർ വാങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ സിഗരറ്റിൻ്റെ പ്രൈസ് കൂട്ടിയാലും ഡിമാൻഡ് സ്റ്റേബിളായിട്ട് നിൽക്കുമെങ്കിൽ കൂട്ടുക, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കണം. പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ലേ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ഷെയറാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി ചിലവാക്കുന്നത് തുടങ്ങിയുള്ള ഫാക്ടേഴ്സ് എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ പ്രൈസിലൊരു ചേഞ്ച് വരുത്തി ഡിമാൻഡ് കൂട്ടാൻ നോക്കാവൂ. അല്ലാത്ത പക്ഷം പ്രൈസ് ചിലപ്പോൾ കുറച്ചെന്ന് കരുതിയും ഡിമാൻഡ് കൂടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജാമിൻ്റെ കേസ് പറഞ്ഞില്ലേ, ജാം നിർമ്മിക്കുന്ന മുതലാളി 10 രൂപ വിക്കി വിട്ട ജാം 10 രൂപയുടെ ജാം 8 ആയിട്ട് കുറച്ചു. പക്ഷേ ഡിമാൻഡ് കൂടുന്നില്ല. അതെന്ത് പറ്റി? 10 രൂപയായിരുന്ന ജാമിൻ്റെ വില 8 രൂപയായിട്ട് കുറച്ചിട്ടും ഡിമാൻഡ് കൂടുന്നില്ല. കാരണം ബ്രെഡിൻ്റെ ഡിമാൻഡ് കൂടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജാം എന്ന പ്രോഡക്റ്റ് ബ്രെഡിന് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഈ ബ്രെഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ പ്രൈസ് കുറയ്ക്കാൻ പോകാവൂ. ബ്രെഡിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ജാമിൻ്റെ വില കുറഞ്ഞെന്ന് കരുതി നമ്മൾ ജാം മാത്രം വാങ്ങി കഴിക്കത്തില്ലല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് ഒക്കെ ആണല്ലോ. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 degrees ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇത്രയും വന്ന് നിൽക്കുവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടുന്ന ടോപ്പിക്ക് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മാത്തമെറ്റിക്കലി മെഷർ ചെയ്യണം. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മാത്തമെറ്റിക്കലി മെഷർ ചെയ്യണം. അതാണ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അത് തൊട്ടടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം. ഓക്കെ.